അപകടകരമായ പരസ്യങ്ങൾ, ആത്മനിർഭരതയുടെ അലോസരപ്പെടുത്തുന്ന പേക്കൂത്തുകൾ. വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കും? നുണയെ സത്യങ്ങളാക്കി തോന്നിപ്പിക്കുന്ന പരസ്യങ്ങൾ. അതെ, ഗീബൽസിന്റെ തന്ത്രങ്ങൾ പോലെ ജനങ്ങളെ ചതിക്കുഴിയിലേക്ക് വലിച്ചിടുന്ന മോടി പരസ്യങ്ങൾ. ഓ, ഇതെന്തൊരു നാറ്റമാ! ഇതെന്താ ശങ്കരേട്ടാ? 10 കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിന്റെ പാപക്കറകൾ, വിഴുപ്പുകെട്ടുകൾ. തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയല്ലേ, ചെയ്തു തീർത്ത പാപങ്ങൾ ജനമനസ്സുകളിൽ നിന്നും മറയ്ക്കാനായി ഒഴുക്കിക്കളയാൻ കൊണ്ടുപോവുകയാണ്. ക്രൂരതയുടെ എത്ര എത്ര ചോരപ്പാടുകൾ! ഗുജറാത്തിലും കത്വയിലും കാശ്മീരിലും മണിപ്പൂരിലും അതിക്രൂരമായി കൊന്നു തള്ളിയവരുടെ നിലവിളികൾ. മണിപ്പൂരിൽ ചുട്ടരിച്ച് കവർന്ന എത്രയെത്ര ജീവനുകൾ. നിഷ്ഠൂരമായി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ. നഗ്നരായി പ്രകടനം നടത്തിപ്പിച്ച് അപമാനിക്കപ്പെട്ടവർ. സങ്കടക്കെട്ടഴിച്ചൊന്ന് പൊട്ടിക്കരയാൻ നമ്മുടെ ദേവാലയങ്ങൾ പോലും അവർ ബാക്കി വെച്ചില്ലല്ലോ ദൈവമേ. അധികാരത്തിന്റെ മറവിൽ നിശബ്ദമാക്കപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ. ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നേരമില്ല. മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിതം ഒരു മുന്നറിയിപ്പാണ്. നാളെ അത് ഇവിടെയും സംഭവിക്കുമെന്ന മുന്നറിയിപ്പ്. ജാതിയുടെയും മതത്തിന്റെയും അതിർത്തിയുടെയും പേരിൽ കൊന്നൊടുക്കപ്പെട്ട എത്രയെത്ര മനുഷ്യ ജന്മങ്ങൾ. ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും അഭിമാനത്തോടെ പഠിച്ചു വളർന്നവരല്ലേ നമ്മൾ. എല്ലാം അവർ തിരുത്തി കുറിക്കുകയാണ്. ചരിത്രം മാറ്റിയെഴുതുന്നു, സ്ഥലനാമങ്ങൾ തിരുത്തുന്നു, മനുഷ്യ സ്നേഹികളായ മഹാന്മാരെ വിസ്മരിക്കുന്നു. പകരം കാവിച്ചായുള്ള പേരുകൾ എഴുതി നിറയ്ക്കുന്നു. മനുഷ്യ മനസ്സുകളെ വർഗീയതയുടെ വിഷം നിറച്ച് ഇരുളിലേക്ക് വലിച്ചഴിക്കുന്നു. ജനാധിപത്യത്തിന്റെ ആണിക്കൽ അടിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നൊടുക്കി രസിക്കുന്നത് കൂടെയാണ് മോദിയുടെ ഗ്യാരണ്ടി. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ദർശനത്തെ താമരയുടെ മറവിൽ തൂത്തു മാറ്റുകയാണ് അവർ. മനുഷ്യർ മനുഷ്യരെ തിരിച്ചറിയാത്ത വെറുപ്പിന്റെ കാലമാണ് അവരുടെ ലക്ഷ്യം. അതിലൂടെ അവർക്ക് അവരുടെ മതരാഷ്ട്രം പടുത്തുയർത്തണം. വീണ്ടും അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിൽ ഇനിയും ഉണങ്ങാത്ത മുറിവുകൾ ഏൽക്കേണ്ടി വരും. ജനാധിപത്യം ശ്വാസം മുട്ടി പിടയും. ദേശാഭിമാനികൾ മാനവികതയിൽ പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ ഏകാധിപത്യത്തിന്റെയും ഫാസിസത്തിന്റെയും തേർചക്രങ്ങൾ ഞെരിച്ചു കളയും. കർത്താവേ, പടച്ചോനെ, നീ കാത്തോളണേ ദൈവമേ. ആയിഷ, ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. സാറമ്മച്ചേട്ടത്തി, ഇന്ത്യക്കൊരു ആത്മാവുണ്ട്. തിന്മകൾക്ക് നേരെ ശബ്ദിക്കുന്ന കരുത്തുണ്ട്. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിരോധ കരുത്തോടെ അത് ശബ്ദിക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ദൈവവിശ്വാസികളെ മണിപ്പൂരിലും മറ്റും ക്രൂരമായി കൊന്നൊടുക്കുമ്പോ, ഭയം ഈ രാജ്യത്തെ ഭരിക്കുമ്പോ, നമ്മുടെ നാട്ടിലെ അസ്വസ്ഥരായ ജനങ്ങൾ ഉറക്കെ ചോദിച്ചു തുടങ്ങി, ഈ രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ, നമ്മൾ ഒന്നായി ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. സറാമ, ഐഷ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന നിർണായകമായ ജനാധിപത്യത്തിന്റെ വിധിയെഴുത്താണ് വരാനിരിക്കുന്നത്. രാജ്യത്ത് ഗാന്ധിജി വേണോ അതോ ഗോഡ്സെ വേണോ എന്ന് വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പ്. ജനാധിപത്യം ഇനിയും തൂക്കിലേറ്റപ്പെടാതിരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചൊന്നായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ഇടതുപക്ഷമാണ് ഹൃദയപക്ഷമെന്നും രക്ഷയെന്നും നമ്മൾ അറിയണം. നമ്മൾ ഇനിയും മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ പാട്ടുകൾ ഉറക്കെ പാടണം. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല.
ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല.